ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പെരുന്നാളായിട്ട് നമ്മൾ എന്താ ജാനി ചെയ്യാൻ പോന്നെ? എന്തോ ഗ്രില്ല? ഫിഷ് ഗ്രിൽ. ജാനിയും ചാച്ചനും കൂടെ ഒരു വെറൈറ്റി ഒരു ചുമന്ന മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ മീനെ നമ്മൾ സാധാരണ നമ്മൾ എന്തുവാ കറി വയ്ക്കുകയും വറുക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. ഈ മീനെ കുറച്ച് വലുതാണ്. അപ്പം നമ്മൾ അതിനെ ഇന്ന് ഗ്രില്ല് ചെയ്യാൻ പോവാണ്. നമുക്ക് ഒന്നുകൂടെ ആ മീനെ കാണിക്കാം. ഏത് മീനാ? ഈ മീനാണോ ഗ്രില്ല് ചെയ്യുന്നത്? എല്ലാം ഗ്രില്ല് ചെയ്യാം. ഈ മീനാ അത് ഏറ്റവും കൂടുതൽ വലുത്. അപ്പം അതിനെ കട്ട് ചെയ്യുന്ന വീഡിയോ എടുക്കാം. അപ്പോൾ മീൻ കട്ട് ചെയ്യുന്നത് അണ്ണനാണ് കേട്ടോ. കട്ടിങ്ങും ക്ലീനിങ്ങും എല്ലാം അണ്ണൻ തന്നെയാണ്. കട്ടിങ്ങും ക്ലീനിങ്ങും മാത്രമല്ല, ഈ മീനിനുള്ള മസാല ഉണ്ടാക്കുന്നതും ഗ്രില്ല് ചെയ്യുന്നതും ഒക്കെ അണ്ണൻ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെക്കത്തേ ഉള്ളൂ. രാത്രിയാണ് ഇത് ഗ്രില്ല് ചെയ്യുന്നത്. അപ്പോൾ അണ്ണൻ ആ മീനിൻ്റെ തൊലിയെല്ലാം നല്ല ക്ലീനാക്കി കട്ട് ചെയ്തെടുത്ത് നല്ല പോലെ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ച് കേട്ടോ. അതിനുശേഷം നമ്മൾ മസാല ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ മസാലയ്ക്കായിട്ട് കുറച്ച് വെളുത്തുള്ളി, നമ്മൾ കുഞ്ഞുള്ളിക്ക് പകരം നമ്മൾ സവോളയാണ് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് സവോള, പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന കുറച്ച് കാന്താരിമുളക് ഉണ്ടായിരുന്നു കേട്ടോ, അത് പറിച്ച് അതിട്ടു. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ ശകലം മസാലപ്പൊടി, പിന്നെ ഉപ്പ്, ഇത്ര ഇട്ടിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ചെറു ഓറഞ്ച് ഉണ്ടല്ലോ, എല്ലാവരുടെ വീട്ടിലും കാണുമല്ലേ ഈ ഓറഞ്ച്. നല്ല ടേസ്റ്റാണ് കേട്ടോ, അതൊരു വെറൈറ്റിയാണ്. നമ്മൾ ഈ നാരങ്ങയ്ക്ക് പകരം ആ ഓറഞ്ചും കൂടെ പിഴിഞ്ഞൊഴിച്ച് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നല്ല തിക്കായിട്ട് അരച്ചെടുത്ത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം മീൻ വരിഞ്ഞ് ആ മസാല നല്ല പോലെ ആ മീനിൻ്റെ എല്ലാ ഭാഗത്തും പുരട്ടി കൊടുത്ത് കേട്ടോ. അപ്പം നല്ല പോലെ തിരുമ്മി മീനിൻ്റെ എല്ലാ ഭാഗത്തും ആ മസാല ചെല്ലണം. അപ്പം ആ മസാല എല്ലാം തിരുമ്മി എടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ അതിനകത്തോട്ടിട്ട്, ആദ്യമേ കറിവേപ്പില ഇടാൻ മറന്നുപോയി കേട്ടോ, അതുകൊണ്ടാണ്. അപ്പം ആ കറിവേപ്പിലയും കൂടി ഇട്ട് മീനെടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു. ഇത് ഉച്ചയ്ക്കാണ് ഇങ്ങനെ ചെയ്തു വെച്ചത് കേട്ടോ. പിന്നീട് നമ്മൾ രാത്രി ഒരു 8 മണി കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ഗ്രില്ല് ചെയ്യാനായിട്ട് അണ്ണൻ അടുപ്പൊക്കെ കത്തിച്ചു. അപ്പോൾ നമ്മൾ സാധാരണ ഇവിടെ ഈ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യുന്ന കേട്ടോ. അപ്പോൾ 2 കല്ല് കിടപ്പുണ്ടായിരുന്നു ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അങ്ങനെ അതിനകത്ത് നമ്മൾ ചിരട്ടയും ഉണങ്ങിയ പിന്നെ വിറവും ഒക്കെ ഇട്ട് നല്ലപോലെ തീ കത്തിച്ചെടുത്തു. എന്നിട്ട് അണ്ണൻ ഒരു വാഴയില പറിച്ചുകൊണ്ട് വന്ന് അത് വാട്ടി നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ മാറ്റി വെച്ച മീനെടുത്ത് അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണയും ഇട്ടിട്ട് നമ്മൾ ആദ്യം ആ വാഴയിലക്കകത്ത് പൊതിഞ്ഞ് മാറ്റി വയ്ക്കുവേ. അപ്പോൾ ആ 3 മീനും അങ്ങനെ വാഴയിലക്കകത്ത് പൊതിഞ്ഞ് മാറ്റി വെച്ചു. പിന്നെ അത് അലൂമിനിയം ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞാണ് നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. അങ്ങനെ വരുമ്പം ഈ വാഴയിലയൊന്നും പൊട്ടിപ്പോത്തില്ല കേട്ടോ. അപ്പം അലൂമിനിയം ഫോയിൽ പേപ്പറൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നല്ല സേഫായിട്ട് ആ മീൻ 3 എണ്ണവും പൊതിഞ്ഞ് വൃത്തിയാക്കി മാറ്റി വെച്ച് കേട്ടോ. അതിന് ശേഷം നമ്മൾ ഗ്രില്ലെടുത്തുകൊണ്ട് വന്നു. ഗ്രില്ലിനകത്തോട്ട് ആ 3 മീനും സെറ്റ് ചെയ്ത് എടുത്തു വയ്ക്കും. അപ്പോഴത്തേനും നമ്മുടെ ആ തീ പിന്നെ നല്ലപോലെ കത്തി കനലായിട്ട് കിടപ്പുണ്ട് കേട്ടോ. അപ്പം അതിനകത്തോട്ട് ആ മീൻ അങ്ങനെ അങ്ങോട്ട് വെച്ചു. സാധാരണ നമ്മൾ ചിക്കനൊക്കെ അല്ലേ ഇങ്ങനെ ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ മീൻ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ചീനിയൊക്കെ ഞാൻ പുഴുങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പുഴുങ്ങുന്ന സമയത്ത് അണ്ണൻ മീൻ ഗ്രില്ല് ചെയ്യുമായിരുന്നു കേട്ടോ. അങ്ങനെ ഗ്രില്ലൊക്കെ ചെയ്തെടുത്തു. കുറച്ച് നേരം മതി ഇത് ഗ്രില്ല് ചെയ്യാനായിട്ട്, മീനല്ലേ അധികം വേവണ്ടല്ലോ. അങ്ങനെ ഗ്രില്ലൊക്കെ ചെയ്തുകൊണ്ട് വന്ന് നമ്മൾ ഒരു പാത്രത്തിലോട്ട് അത് മാറ്റി പിന്നെ കഴിക്കാനായിട്ട് ഇരിക്കുവാണ് കേട്ടോ. അപ്പോൾ വാഴയിലയൊക്കെ വെട്ടി ചീനിയൊക്കെ വിളമ്പി ചീനിക്ക് തിന്നാനായിട്ട് നല്ല മുളക് ഉടച്ചതുണ്ടാക്കി. അപ്പോൾ മുളക് ഉടച്ചതും ഇട്ട്
പിന്നെ മീൻ ഗ്രില്ല് ചെയ്തത് കൂടെ എടുത്ത് കേട്ടോ. ഗ്രില്ല് ചെയ്തത് സൂപ്പറായിരുന്നു കേട്ടോ, അടിപൊളി ടേസ്റ്റായിരുന്നു. പക്ഷെ അത് മുരിയത്തില്ല, ഇങ്ങനെ നമ്മൾ ഗ്രില്ല് ചെയ്തിരിക്കുന്നതുകൊണ്ടായിരിക്കും മുരിയത്തില്ലെങ്കിലും ആ മസാലയൊക്കെ പിടിച്ചാൽ സൂപ്പർ ടേസ്റ്റായിരുന്നു. എനിക്കിപ്പോഴും വായിക്കൂടെ വെള്ളം വരുക. ആ ചീനിയുടെ കൂടെ തിന്നാനായിട്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനിയും ഇങ്ങനെയുള്ള വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പോൾ ജാനിക്ക് മീൻ കൊടുത്തപ്പം ജാനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ മീനൊക്കെ കഴിച്ചു. ഇന്നലത്തെ രാത്രി കുശാലായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി 1K ആവാൻ കുറച്ചും കൂടെ മതി. 1K എങ്കിലും ആക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവരും അതിന് വേണ്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഞങ്ങളുടെ ചാനൽ. അപ്പോൾ ഇതെല്ലാം കഴിച്ചു. ഇനിയുള്ള വീഡിയോ ആയിട്ട് പിന്നീട് വരാം. അപ്പോൾ താങ്ക് യു.